ഇത് നമ്മുടെ സൺഡേ ബാച്ചിലെ ക്യൂരി പൈസ് ആണ്. ദേ ആർ ട്രൂലി ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻസ്. നല്ല അടിപൊളിയാണ്. ഇന്ന് 5 സ്റ്റാർ ഒക്കെ മേടിച്ചിട്ടുണ്ട് ഇവരൊക്കെ. അപ്പം നമുക്കൊന്ന് നോക്കാം, ഒന്ന് പറഞ്ഞു നോക്കാം. സാർ മലയാളം പറയുമ്പോൾ ഇംഗ്ലീഷ് പറയാൻ വേണ്ടി ട്രൈ ചെയ്താൽ മതി കേട്ടോ. സാർ ഞാൻ സാറിൻ്റെ കൂടെ വരട്ടെ എങ്ങനെ വയ്ക്കാം? മേ ഐ കം വിത്ത് യു സർ? ഓക്കെ. ഞാൻ ഉറങ്ങായിരുന്നു എന്ന് എങ്ങനെ പറയാ? ഉറങ്ങായിരുന്നു എന്ന് എങ്ങനെ? ഐ വാസ് സ്ലീപ്പിംഗ് അല്ലേ? ഓക്കെ. എനിക്ക് പാട്ട് പാടാൻ കഴിയുന്ന എങ്ങനെ പറയാം? കഴിയുന്ന പറയണ്ടേ കേട്ടോ. ആ, എക്സലൻറ്റ്. ഐ ക്യാൻ സിങ് സോങ്സ് അല്ലേ? ഓക്കെ. സാറ് അല്ല സാറേ, ഇംഗ്ലീഷ് ബെല്ലിനെ കുറിച്ച് എന്താ അഭിപ്രായം എങ്ങനെ വയ്ക്കുക? എന്ത്? വാട്ട് അബൌട്ട് ഇംഗ്ലീഷ് ബെൽ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരാളോട് കൽപ്പിക്കാൻ എങ്ങനെ പറയാ? അത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താ? നിർബന്ധമായിട്ട് ചെയ്യണം എങ്ങനെ പറയാ? ഒരാളുടെ മസ്റ്റ് ആണ് അല്ലേ? റൈറ്റ്. അങ്ങനെയാണെങ്കിൽ സാറ് നിർബന്ധമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് എങ്ങനെ പറയാ? യു മസ്റ്റ് ആ ഇംഗ്ലീഷ്. ഓ ദാറ്റ്സ് ഗ്രേറ്റ്. യു മസ്റ്റ് സ്പീക്ക് ഇംഗ്ലീഷ് അല്ലേ? പിന്നെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേ എനിക്ക് എക്സാം ഉണ്ടെന്ന് എങ്ങനെ പറയാം? എക്സാം ഉണ്ട്. ഐ ഹാഡ് ആണോ? ഉണ്ട് എന്ന് പറയാനുള്ള ഇംഗ്ലീഷ് ഐ ഹാവ് എക്സാം അല്ലേ? ഐ ഹാവ് എക്സാം എന്നാ പറയാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് അമ്മ ഉണ്ടെന്ന് എങ്ങനെ പറയാം? ഐ ഹാവ് മദർ അല്ലേ? എനിക്ക് സുന്ദരിയായ അമ്മ ഉണ്ടെന്ന് എങ്ങനെ പറയാ? പോട്ടെ. ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ മദർ അല്ലേ? അല്ലേ? ഐ ഹാവ് എ ക്യൂട്ട് മദർ എന്ന് പറയും അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്താ പറയുക, നല്ല സാറുണ്ടെന്ന് എങ്ങനെ പറയാ? ഐ ഹാവ് എ ഗുഡ് സർ. ഐ ഹാവ് എ വണ്ടർഫുൾ സർ എന്ന് പറയാം അല്ലേ? ഓക്കെ. സാറ് വണ്ടർഫുൾ ആണോ? ഉറപ്പാണോ? റിയലി? വെറുതെ പറയല്ലേ? അല്ല. സാർ പഠിപ്പിച്ചു തരുമോ? എന്താ പഠിപ്പിച്ചു തരാ? ഇംഗ്ലീഷ് ഈസി ആയിട്ടാണോ പഠിപ്പിച്ചു തരാ? ടഫ് ആയിട്ടാണോ പഠിപ്പിച്ചു തരാ? ഈസി ആണോ ഇംഗ്ലീഷ്? എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഇഷ്ടമാണോ? റിയലി? ഓക്കെ. ആരോട് എന്തും പറയും, നമുക്ക് അറിയണമെന്നൊക്കെ നമ്മൾ പറയും അല്ലേ? ഓക്കെ. ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താ ഒരു കാര്യം? ഉണ്ടായിരുന്നു എന്ന്